ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം തന്നെ ധൃതിയാണ്. രണ്ടാമത്തതോ ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല. ക്ഷമയാണ് വരം. ക്ഷമയാണ് നമുക്ക് വേണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും വേണ്ട ഏറ്റവും പ്രഥമമായ പരിഗണന ക്ഷമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹൗ ടു ലിവ് എ സക്സസ്ഫുൾ ലൈഫ് എന്ന ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉത്തരം എന്താണെന്ന് വെച്ചാൽ ലീഡ് എ ലൈഫ് വിത്ത് പേഷ്യൻസ്. നല്ല ക്ഷമയോടുകൂടി ജീവിതത്തെ ആസ്വദിക്കാൻ പഠിക്കണം. ജീവിതത്തിൽ നിരന്തരം പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ധീരതയോടുകൂടി അതിനെ നേരിടുകയും ക്ഷമയോടുകൂടി അതിനെ നോക്കിക്കാണാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഈ അവതാര പുരുഷന്മാരിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഗുണഗണങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവർ വേദോദ്ധാരകരാണ് എന്ന്. കാരണം വേദത്തെ സമുദ്ധരിക്കുന്നത് വേദോഖിലോ ധർമ്മമൂലം. ഇവിടെ മതവും ധർമ്മവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മതം എന്ന് പറയുന്നത് ഒരു അഭിപ്രായമാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം ഉണ്ടാവാം, എൻ്റെ ഒരു സുഹൃത്തിന് സുഹൃത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കാണുന്ന എന്നെ കേൾക്കുന്ന അനേകായിരം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രേക്ഷകനും അയാളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ അഭിപ്രായങ്ങളെ നമുക്ക് മതമെന്ന് വിളിക്കുകയും ചെയ്യാം. പക്ഷേ ധർമ്മം അങ്ങനെയല്ല. ധർമ്മവും മതവും തമ്മിലുള്ള വ്യത്യാസം, ധർമ്മം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആചരിച്ച് കാണിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളത് സ്വീകരിക്കണം. അതുകൊണ്ടാണ് ധൃതി, ക്ഷമ, ദമം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ്. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയണം. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രണം വിട്ടുപോകും. നമ്മുടെ നിയന്ത്രണത്തിന് നമ്മൾ പലപ്പോഴും കോപത്തിന് ഇരയാവുന്നവരാണ്. ദേഷ്യം നമ്മെയാണ് കീഴടക്കാറ്. ഒരിക്കലും നാം ദേഷ്യത്തെ കീഴടക്കാറില്ല. നമുക്ക് എവറസ്റ്റ് കീഴടക്കാൻ തയ്യാറായിട്ട് നമ്മൾ എത്രയോ ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. ചിലപ്പോൾ അറബിക്കടൽ താണ്ടിക്കിടക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ക്ഷമ എന്ന് പറയുന്ന ആ വിശിഷ്ടമായ അവസ്ഥ ഇല്ല എങ്കിൽ ജീവിതത്തിൽ എന്ത് നേടാൻ സാധിക്കും? ക്ഷമയുടെ ആ മഹത്തായ മാതൃക നമ്മൾ പഠിക്കണമെന്ന് പിന്നീട് വന്ന ഭാരതത്തിലെ നീതിശാസ്ത്ര നിപുണന്മാരെല്ലാവരും അനേകം തവണ വിവിധ ശ്ലോകങ്ങളിലൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കണ്ടിട്ട് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ധർമ്മം എന്ന് പറയുന്നത് 2-3 ലക്ഷണങ്ങൾ എടുത്തപ്പോൾ തന്നെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാന ഘടകങ്ങളായ ധീരതയും ക്ഷമയും മൂന്നാമതായ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ദമവും മുഖ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ധർമ്മത്തിൻ്റെ അന്യ 7 ലക്ഷണങ്ങളെക്കുറിച്ച് വിശാലമായി നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം.